ടിക്കറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ഓടുന്ന ട്രെയിനിൽ നിന്നും ടി തള്ളിയിട്ട യുവതി മരിച്ചു. ഉത്തർപ്രദേശിലെ ഇറ്റാവയിലാണ് സംഭവം നടന്നത്. കഴിഞ്ഞ നവംബർ 25 രാത്രി പട്ന ആനന്ദ് വിഹാർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലായിരുന്നു സംഭവം. കാൺപൂരിൽ നിന്നുള്ള നാവികസേന ഉദ്യോഗസ്ഥന്റെ ഭാര്യ 32-കാരിയായ ആരതിയാണ് മരിച്ചത്. സംഭവത്തിൽ ടി സന്തോഷ് കുമാറിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ബുധനാഴ്ചയാണ് സംഭോ ഭരതന റെയിൽവേ ലൈനിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ആദ്യം അപകട മരണമാണെന്നാണ് കരുതിയത്. എന്നാൽ കൂടുതൽ അന്വേഷണത്തിലാണ് യുവതിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതാണെന്ന് വ്യക്തമായത്. കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ടിക്കെതിരെ കേസെടുത്തത്. ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു ആരതിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിനിടെയാണ് ആക്രമണമുണ്ടായത്. സംഭവം നടന്ന ദിവസം ബറൌണി ന്യൂഡൽഹി ഹംസഫർ സ്പെഷ്യൽ എക്സ്പ്രസിൽ ആരതി മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ട്രെയിൻ വൈകിയതോടെ കൃത്യസമയത്ത് ഡൽഹിയിലെത്താനായി ആനന്ദ് വിഹാർ ടെർമിനൽ സ്പെഷ്യൽ എക്സ്പ്രസിൽ കയറുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. തുടർന്ന് ടിയുമായി തർക്കമുണ്ടാവുകയായിരുന്നു. ഇയാൾ ആദ്യം യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് ട്രെയിനിന് പുറത്തേക്ക് എറിയുകയും പിന്നാലെ യുവതിയെ പുറത്തേക്ക് തള്ളിയിടുകയുമായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ സംഭോണിനും ഭരതന റെയിൽവേ സ്റ്റേഷനും ഇടയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ആരതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെ നിന്ന് ആരതിയുടെ ബാഗും പോലീസ് കണ്ടെടുത്തു. എന്നാൽ ആരതിയുടെ മൊബൈൽ ഫോൺ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. മുംബൈയിൽ നാവികസേനയിൽ ജോലി ചെയ്യുന്ന അജയ് യാദവിന്റെ ഭാര്യയാണ് ആരതി. കാൺപൂരിലാണ് താമസിക്കുന്നത്. അജയ് നിലവിൽ പ്രത്യേക പരിശീലനത്തിനായി ചെന്നൈയിലാണ്. ചികിത്സയ്ക്കായി പലപ്പോഴും ആരതി ഒറ്റയ്ക്കാണ് ഡൽഹിയിലേക്ക് യാത്ര ചെയ്തിരുന്നതെന്നും കുടുംബം പറയുന്നുണ്ട്.